ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അല്പം മുൻപുണ്ടായതാണ്. സുപ്രീംകോടതിയിൽ മുദ്രവച്ച കവറിൽ നൽകിയ ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. 2019 സുപ്രീംകോടതിയിൽ നൽകിയ വിവരങ്ങളാണ് കമ്മീഷൻ പുറത്തുവിട്ടത്. 2017-18 വരെയുള്ള സാമ്പത്തിക വർഷത്തെ വിവരങ്ങളാണ് ഉൾപ്പെടുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 1450 കോടിയുടെ ബോണ്ട് BJPക്ക് ലഭിച്ചു. കോൺഗ്രസ് പാർട്ടിക്ക് 1334.35 കോടി രൂപ ലഭിച്ചു എന്നാണ് കണക്ക്. 2019-20 കാലയളവിൽ BJPക്ക് 2555 കോടി രൂപ ലഭിച്ചു. ഏറ്റവും കൂടുതൽ തുക ലഭിച്ച രണ്ടാമത്തെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ പുറത്തുവരികയാണ്, കണക്കുകളടക്കം. അത് 2019 കാലഘട്ടത്തിൽ വാങ്ങിയ ബോണ്ടുകളുടെ വിവരങ്ങൾ. BJP കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ്, അതിന് തൊട്ടടുത്ത് തന്നെ കോൺഗ്രസും ഉണ്ട് എന്നതാണ്. YSR കോൺഗ്രസ്, BJD ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. വിശദമായി എന്താണ് വാർത്ത? അനുജയ്, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അതായത് 2019 മുദ്രവച്ച കവറിൽ നൽകിയ വിവരങ്ങൾ തിരികെ നൽകണമെന്നൊരു ആവശ്യമായിരുന്നു. കാരണം പകർപ്പുകൾ കൈവശമില്ലാത്തത് കൊണ്ടാണ് ഈ രേഖകൾ മടക്കി നൽകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി അന്ന് നിർദ്ദേശിച്ചത് ഈ മുദ്രവച്ച കവറിലെ വിവരങ്ങൾ പകർപ്പുകൾ എടുത്ത ശേഷം മടക്കി നൽകാനും ഇത് പ്രസിദ്ധീകരിക്കുവാനുള്ള നിർദ്ദേശവുമാണ് നൽകിയത്. ആ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2019 സുപ്രീം കോടതി നൽകിയ രേഖകൾ. ഇത് പരിശോധിക്കുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബോണ്ടുകളിലൂടെ BJPക്ക് ലഭിച്ചത് 1450 കോടിയാണ്. ആ സമയത്ത് കോൺഗ്രസിന് ലഭിച്ചിരുന്നത് 383 കോടി രൂപയുടെ ബോണ്ടുകളാണ്. ഇനി ഈ ഒരു നിലവിലെ മൊത്തത്തിലുള്ള വിവരങ്ങൾ പ്രകാരം, ഇന്ന് പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ പ്രകാരം ഏറ്റവും കൂടുതൽ തുക ലഭിച്ച രണ്ടാമത്തെ പാർട്ടി അത് തൃണമൂൽ കോൺഗ്രസ് ആണ്. തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചത് 1397 കോടി രൂപയുടെ ബോണ്ടുകളാണ്. കോൺഗ്രസിന് 1334.35 കോടി രൂപയുടെ ബോണ്ടും ലഭിച്ചു. BJD നാലാമത്തെ പാർട്ടിയാണ്. 944.5 കോടി രൂപയാണ് ലഭിച്ചത്. YSR കോൺഗ്രസിന് 442.8 കോടി. തെലുങ്കുദേശം പാർട്ടിക്ക് 181.35 കോടി. സമാജ്വാദിക്ക് 14.05 കോടി. അകാലിദളിന് 7.26 കോടി. AIADMKക്ക് 6 കോടി. അങ്ങനെയാണ് ഈ തുകകൾ പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പ്രാദേശിക പാർട്ടികൾക്ക് വരെ, ഒരു സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പാർട്ടികൾക്ക് വരെ വലിയ രീതിയിലുള്ള തുകകളാണ് ഈ ബോണ്ട് വഴി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ വിശദാംശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നാളെ വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോണ്ടുകൾ സ്വീകരിച്ചവരുടെ വിവരങ്ങളും ഒപ്പം ഏത് പാർട്ടിക്കാണ് ആ ബോണ്ടുകൾ നൽകിയത് എന്നുള്ള ഒരു ബന്ധം അത് വെളിപ്പെടുത്തുന്ന രീതിയിൽ SBIയോട് ആ രേഖകൾ സമർപ്പിക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു. അതായത് ഇതിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് SBIക്ക് പറയാനുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും നാളെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രേഖകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ഇലക്ടറൽ ബോണ്ട് വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്.